ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മൽക്കാലം നല്ലൊരു ആരാധനയ്ക്ക് ശേഷമായി വാർഷികത്തോട് ബന്ധപ്പെട്ട് ദൈവജനമായ നിങ്ങളുടെ നടുവിലേക്ക് വലിയനായ ദൈവം എനിക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ക്രിസ്തുവിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എനിക്ക് ഇതുപോലെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സഭയോടും ദേവദാസനോടും പ്രിയപ്പെട്ട സൺഡേ സ്കൂളിനെയും ഭാരവാഹികളോടും എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. തുടർന്ന് അല്പസമയത്തെ വചനത്തിലേക്കായി ഞാനിന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതിന് ആധാരമായ ഒരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്, നിന്റെ രാജ്യത്തിന് ചെമ്പോൾ നേരിലെ ജന്മം. നമ്മുടെ യേശുവിനെ പോലെ തുല്യനായി ഈ ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തു മറ്റുള്ള എല്ലാവരെക്കാളും നിസ്തുലനാണ്. യേശുവിനെക്കാട്ടി ശ്രേഷ്ഠനായിട്ട് ഈ ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല. ദൈവം പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളിലൊക്കെ ശ്രേഷ്ഠനാണ്. യേശുവിനൊപ്പം തുടർന്ന് ചെയ്യുവാൻ ഇതുവരെ അവനൊപ്പം പറയാൻ വേറെ ആരുമില്ല. ഞാൻ ഇതിനെപ്പറ്റി പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശു ഒരു പ്രവചന പുരുഷനായിരുന്നു. യേശുവിൻ്റെ ജനനം, മരണം, ജീവിതം, ശുശ്രൂഷ, കഷ്ടാനുഭവം, മരണം ഇവയൊന്നും യാദൃശിക സംഭവങ്ങളായിരുന്നില്ല. കാരണം അനേകായിരം പ്രവാചകന്മാരാണ് ഇവയൊക്കെ പ്രവചിച്ചിരുന്നു. പ്രത്യേകിച്ച് മീക, അയശയാ പ്രവാചകനെ കൂടെയൊക്കെ യേശുവിൻ്റെ ജീവിതത്തെ പറ്റി പ്രവചിക്കാനിടയായി. അതുകൊണ്ട് ഇവയൊന്നും യാദൃശിക സംഭവങ്ങളായിരുന്നില്ല. രണ്ടാമതായി, താൻ ജനനത്തിൽ നിസ്തുല്യനായിരുന്നു. യേശു ജനിച്ചപ്പോഴും താൻ നിസ്തുല്യനായിരുന്നു. യേശു ഒരു കന്യകയിൽ നിന്നാണ് ജനിക്കുവാനിടയായത്. താൻ പുരുഷനൊന്നും കൂടാതെ കന്യകയിൽ നിന്ന് ജനിക്കുവാനിടയായി. താൻ ബേത്ലഹേമിൽ ജനിക്കുവാനിടയായി. അതുകൊണ്ടാണ് താൻ ജനനത്തിൽ നിസ്തുല്യനായിരുന്നു എന്ന് പറയാനിടയാവുന്നത്. മൂന്നാമതായി, താൻ ജീവിതത്തിൽ നിസ്തുല്യനായിരുന്നു. യേശു ജീവിച്ചിരുന്നപ്പോൾ തന്നിൽ വളങ്ങിയിരുന്ന സ്നേഹം, നീതി, വിശുദ്ധി, കരുണ, ആർദ്രത ഇവയൊക്കെ തൻ്റെ ശത്രുക്കളെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. താൻ നന്മ ചെയ്തും രോഗങ്ങളെ സൗഖ്യമാക്കിയും താൻ ജീവിച്ചിരുന്നപ്പോൾ താൻ ജീവിതത്തിൽ നിസ്തുലനായിരുന്നു. മറ്റുള്ളവരെക്കാളിലൊക്കെ താൻ ജീവിതത്തിൽ വ്യത്യസ്തനായിരുന്നു, നിസ്തുലനായിരുന്നു. നാലാമതായിട്ട്, താൻ ആളത്വത്തിൽ നിസ്തുലനായിരുന്നു. യേശുവിൽ സമ്പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യത്വം അത്ഭുതകരമായി സംയോജിച്ചിരുന്നു. യേശു തൃത്വത്തിൽ ഒരുവനായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യേശുവിൽ അത്ഭുതകരമായി സംയോജിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു താൻ ആളത്വത്തിൽ നിസ്തുലനായിരുന്നു എന്ന് പറയുന്നത്. അഞ്ചാമതായി, താൻ ഉപദേശത്തിൽ നിസ്തുലനായിരുന്നു. യേശു സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. യേശുവിൻ്റെ ഉപദേശങ്ങൾ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠമേറിയതായിരുന്നു. യേശുവിനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യേശു മറ്റുള്ളവരെക്കാളിലൊക്കെ ശ്രേഷ്ഠനായിരുന്നു. ദൂതന്മാരെക്കാളിലും പ്രവാചകന്മാരെക്കാളിലൊക്കെ യേശു ശ്രേഷ്ഠനായിരുന്നു. അടുത്തത് ആറാമതായി, യേശു മരണത്തിൽ നിസ്തുലനായിരുന്നു. യേശുവിൻ്റെ ശാരീരിക മരണം രക്തസാക്ഷി മരണമോ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയുള്ള മരണമോ ആയിരുന്നില്ല. പകരം അത് പ്രായശ്ചിത്ത മരണമായിരുന്നു. യേശു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീരുവാനിടയായി. അതാണ് പ്രായശ്ചിത്ത മരണം എന്ന് പറയുന്നത്. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുവാനിടയായത്. അതാണ് പ്രായശ്ചിത്ത മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് താൻ മരണത്തിൽ നിസ്തുലനായിരുന്നു എന്ന് പറയാനിടയായത്. അടുത്തത് ഏഴാമതായി, താൻ ഉയർത്തെഴുന്നേൽപ്പിൽ നിസ്തുലനായിരുന്നു. യേശു ഈ ലോകത്തുള്ള മഹാന്മാരുടെയും മതഗുരുക്കന്മാരുടെ എല്ലാം കല്ലറകൾ അടക്കപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട കല്ലറ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മന്ദിരം പൊളിച്ച് പണിക താൻ 3-ാം നാൾ പണിയുമെന്ന്. അതുപോലെ തന്നെ താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അനേക പ്രവാചകന്മാരാണ് ഇത് പ്രവചിക്കപ്പെട്ടിരുന്നത്. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇതൊക്കെയും ആ പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് താൻ ഉയർത്തെഴുന്നേൽപ്പിൽ നിസ്തുലനായിരുന്നു എന്ന് പറയാനിടയായത്. അടുത്ത 8-ാമതായി, താൻ പൗരോഹിത്യത്തിൽ നിസ്തുലനായിരുന്നു. യേശുവിൻ്റെ പൗരോഹിത്യം അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ വിലയേറിയതായിരുന്നു. യേശുവിൻ്റെ പൗരോഹിത്യം വന്നതോടെ അഹരോന്റെ പൗരോഹിത്യം ന്യായപ്രമാണം ഇല്ലാതായി. യേശു ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്നതോടെ യേശുവിൻ്റെ പൗരോഹിത്യം വരുവാനിടയായി. യേശുവിൻ്റെ പൗരോഹിത്യം അഹരോന്റെയും മോശയുടെയും
ഒക്കെ പൗരത്വത്തെക്കാൾ വിലയേറിയതാണ്. യേശു പ്രവാചകന്മാരെക്കാളിലും ദൂതന്മാരെക്കാളിലൊക്കെ ശ്രേഷ്ഠനായിരുന്നു. യേശു ക്രിസ്തുവിന് തുല്യനായി ആരും ഈ ലോകത്തിൽ ഇല്ലായിരുന്നു. യേശുവിനൊപ്പം പറയാൻ വേറെ ആരുമില്ലായിരുന്നു. യേശുവിനൊപ്പം തുടർന്ന് ചെയ്യാനും ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു നിസ്തുലനായിരുന്നു എന്ന് പറയാനിടയാവുന്നത്. തുടർന്ന് എനിക്ക് അവസരം ഒരുക്കുന്ന എല്ലാവരോടും തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഇരിക്കുന്ന അധികം നമ്മളെല്ലാവരും